നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വെള്ളാനയ്ക്ക് വായ്പയില്ല. ശമ്പള പ്രതിസന്ധിയിൽ കുടുങ്ങിയ KSRTCയെ കൈയൊഴിഞ്ഞ ധനവകുപ്പ്. വായ്പയെടുത്ത് മുന്നോട്ട് പോകാൻ ഇനി അനുവദിക്കില്ല. ലാഭവും നഷ്ടവുമില്ലാതെ കോർപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും ധനമന്ത്രി തോമസ് ഐസക്. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ജീവനക്കാർ സമരത്തിന് ഒരുങ്ങുന്നതിനിടെ ഡിസംബർ 1 ലഭിക്കേണ്ട ശമ്പളം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നൽകാൻ തീരുമാനം. KSRTC പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്ന കാര്യം നാളത്തെ LDF യോഗം ചർച്ച ചെയ്യും. അതേസമയം പ്രതിസന്ധി ഘട്ടത്തിൽ KSRTCയെ കൈവിടില്ലെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. നഷ്ടം കുറയ്ക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ധന ചെലവ് കുറയ്ക്കാൻ CNG ബസ്സുകൾ ഓടിക്കുന്ന കാര്യവും പരിഗണനയിലെന്ന് മന്ത്രി. മാറ്റത്തിന്റെ മുഴക്കം. DCC പുനഃസംഘടനയുടെ തുടർചലനങ്ങളിൽ കോൺഗ്രസ്. സ്ഥാനം ഒഴിയുന്നവർ കഴിവുകെട്ടവരാണെന്നോ പുതിയ ജില്ലാ പ്രസിഡന്റുമാർ സർവഥാ യോഗ്യരാണെന്നോ അഭിപ്രായമില്ലെന്ന് MM ഹസൻ. പ്രതികരണം പുനഃസംഘടനയിൽ A ഗ്രൂപ്പിന്റെ അതൃപ്തി ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയതിനു പിന്നാലെ. ഹൈക്കമാൻഡ് നേതൃത്വം നൽകിയ പുനഃസംഘടനയിൽ തനിക്കുള്ള അതൃപ്തി ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയത് ഇന്നലെ. നാമനിർദ്ദേശമല്ല, സമ്പൂർണ്ണ സംഘടനാ തിരഞ്ഞെടുപ്പാണ് നടക്കേണ്ടിയിരുന്നത്. പ്രവർത്തകരുടെ വികാരം മാനിക്കുന്നതല്ല നാമനിർദ്ദേശമെന്നും ആക്ഷേപം. പുനഃസംഘടനയിലെ അതൃപ്തി A ഗ്രൂപ്പ് ഹൈക്കമാൻഡിനെ അറിയിക്കും. കുറയുമ്പോൾ കൂടുന്നത്. എണ്ണ വിപണിയിൽ വീണ്ടും വില വർധനവിന് വഴിയൊരുക്കി ഉൽപാദനം വെട്ടിച്ചുരുക്കാൻ ഒപ്പയ്ക്കെതിര രാഷ്ട്രങ്ങളുടെ തീരുമാനം. 5.62 ലക്ഷം ബാരലിന്റെ കുറവ് കൂടി സംഭവിക്കുന്നതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരും. ക്രൂഡ് വില ബാരലിന് $58 ഇന്ത്യയിൽ പെട്രോൾ ലിറ്ററിന് 10 രൂപ വരെ കൂടുമെന്ന് നിഗമനം. ഇന്ധന വിലയിടിവ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഒപെക് രാഷ്ട്രങ്ങൾ കടുത്ത തീരുമാനത്തിന് മുതിർന്നത് 10 ദിവസം മുൻപ്. അന്നത്തെ തീരുമാനം അനുസരിച്ച് പ്രതിദിന എണ്ണ ഉൽപാദനത്തിൽ വരുത്തിയ കുറവ് 12 ലക്ഷം ബാരൽ. ഇന്നലെ മറ്റു രാജ്യങ്ങൾ വരുത്തിയ കുറവ് കൂടി പരിഗണിക്കുമ്പോൾ ആകെ ഇടിവ് പ്രതിദിനം 18 ലക്ഷം ബാരലോളം. 2 വർഷമായി തുടരുന്ന പ്രതിസന്ധി പിടിച്ചു നിർത്താൻ ഒപെക് രാഷ്ട്രങ്ങൾക്കൊപ്പം മറ്റു രാജ്യങ്ങളുടെ കൂടി സംയുക്ത തീരുമാനമുണ്ടായത് 15 വർഷത്തിനു ശേഷം. നിലവിൽ $50 മുകളിൽ തുടരുന്ന ക്രൂഡ് വില അതിലും താഴാതെ നിലനിർത്താൻ പരിശ്രമം. പുതിയ സാഹചര്യം LNG വിലയിലും പ്രതിഫലനം സൃഷ്ടിക്കും. കലയും സ്റ്റാലിനും. പുതിയ തലൈവിയെ ചൊല്ലി DMKയിൽ കരുനീക്കം മുറുകുന്നതിനിടെ DMKയിലും നേതൃമാറ്റത്തിന് കൂടിയാലോചന. നിലവിൽ പാർട്ടി ട്രഷററായ MK സ്റ്റാലിൻ അധ്യക്ഷ പദത്തിലേക്കെന്ന് സൂചന. അന്തിമ തീരുമാനം 20 ചേരുന്ന DMK ജനറൽ കൗൺസിലിൽ. ജയലളിത യുഗം അവസാനിച്ചതോടെ DMK ദുർബലമാകുമെന്ന നിഗമനത്തിൽ അവസരം മുതലെടുത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ DMK തീരുമാനം. കരുണാനിധിയുടെ ആരോഗ്യം മോശമായ സാഹചര്യത്തിൽ പാർട്ടിക്ക് കരുത്ത് പകരാൻ സ്റ്റാലിന്റെ നേതൃത്വം സഹായിക്കുമെന്ന് വിലയിരുത്തൽ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2620 രൂപ, പവൻ 20,960 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 കിരണ ചേരും. നമസ്കാരം.